ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഇന്നൊരു കാരമൽ പാൽപ്പായസം ഉണ്ടാക്കാം. കഴിക്കാൻ ടേസ്റ്റിയായ ഈ പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനുവേണ്ടി 3/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഉണക്കലരി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അരി മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് ഇത് കുതിരാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈകൊണ്ട് ചെറുതായി ഞെരടിയെടുക്കാം. ഇതുപോലെ ഞെരടിയെടുക്കുമ്പം ഇത് രണ്ടായി പൊട്ടി വരും. ഇതുപോലെ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഞെരടേണ്ട ആവശ്യമില്ല. ഇനി പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഞെരടിയെടുത്ത വെള്ളമില്ലേ, അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുത്തില്ല. ഇനി ചെറുതായി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം. നിങ്ങൾ ഈ ഓണത്തിന് ഏത് പായസം ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യണേ. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പച്ചരിയല്ലേ, അതുകൊണ്ട് വേഗം തന്നെ ഇത് വെന്ത് വന്നു. ഞാനത് മുഴുവനായി എടുത്തില്ല, കുറച്ച് മാറ്റി വെച്ചു. ഇത് കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ പോലെ തോന്നി. ഇതിലേക്ക് 3 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. പാല് നന്നായി തിളപ്പിച്ച പാലായിരുന്നു. ഇനി ഈ പാലിൽ ഇത് വെന്ത് വരണം. അരി നന്നായി വെന്തതാണ്, എന്നാലും പാലിൻ്റെ കൂടെ വേവുമ്പം ആ അരിയിലൊക്കെ പാല് പിടിക്കുമല്ലോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാട കെട്ടിപ്പോവും. പിന്നെ ഈ അരി നന്നായി വെന്തതും കൂടിയല്ലേ, അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളമാണ്. എല്ലാം കൂടി നന്നായി തിളച്ച് വരണം. ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്കിനി മധുരത്തിന് ആവശ്യമുള്ള 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് ഇത് ഇളക്കി കൊടുക്കുക. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. പഞ്ചസാര ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റൊക്കെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. നിങ്ങൾ ഏത് തരം കാരമൽ പായസമാണ് ഉണ്ടാക്കാറ്, പറയണേ. ഇനി 1/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പിൽ കുറച്ച് കുറവായി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് ഒഴിച്ചാലും മതി. ഇത് ഒരുപാട് ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല. അധികം ഡാർക്കായാൽ ഇതിനൊരു കയ്പ്പ് രസം വരും. ഇനി ഇത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ട പോലെ ആയിരിക്കും. തിളച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. എല്ലാം കൂടി ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഇത് നന്നായി മിക്സാകുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും ഏലക്കാപ്പൊടി പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ പാൽപ്പായസത്തിന് ഏലക്കാപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാല് വെന്ത് കുറുകി ഒരു നല്ലൊരു മണം വരും. അതാണ് ഈ പാൽപ്പായസത്തിൻ്റെ ഹൈലൈറ്റ്. സാധാരണ അങ്ങനെ വേറെ ഫ്ലേവർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഈ പാൽപ്പായസം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പാലടി ഉണ്ടാക്കൂലേ, അതിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മണമായിരിക്കും ഇതിന്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.